ഫോമേഷൻ എന്താൽപ്പി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ കണ്ടതാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അതൊന്ന് കാണണേ. ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫോമേഷൻ എന്താൽപ്പിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഫോമേഷൻ എന്താൽപ്പിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പോയിന്റുകളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും കൂടെ വേഗത്തിലൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പോയിന്റ്, ആ ടോപ്പിക്ക് ഫോമേഷൻ എന്താൽപ്പി ഇത്രയും ഈസി ആയിരുന്നു എന്നുള്ളത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കടാ, ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷനിലെ വാല്യൂ അഥവാ ഡെൽറ്റ ആർ എച്ച് റിയാക്ഷൻ എന്താൽപ്പി -92.4 ആണ്. ചോദ്യം, വാട്ട് ഈസ് ദി സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് ഫോമേഷൻ ഓഫ് NH3? ഇത് റിയാക്ഷൻ എന്താൽപ്പിന്റെ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ NH3യുടെ ഫോമേഷൻ എന്താൽപ്പിയുടെ വാല്യൂ എത്രയാണ്? വെരി സിമ്പിൾ. എന്താണ് ഫോമേഷൻ എന്താൽപ്പിയിൽ എൻ്റെ മക്കൾ നോക്കേണ്ടത്? ഫോമേഷൻ എന്താൽപ്പിയിൽ എപ്പോഴും പ്രൊഡക്റ്റ് 1 മോൾ ആയിരിക്കണം. പ്രൊഡക്റ്റ് 1 മോളല്ല, ഇവിടെ 2 മോളാണ്. അപ്പോൾ ഇതിനെ 1 മോൾ ആക്കണം. ആൻഡ് സബ്സ്റ്റൻസുകൾ അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കണം. N2 ഗ്യാസ് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്, H2 ഗ്യാസ് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആകെ നോക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, 2NH3 അല്ല നമുക്ക് വേണ്ടത്, 1NH3 ആണ്. 2NH3 എങ്ങനെയാണ് 1NH3 ഒക്കെ പകുതിയാക്കണം. അപ്പോൾ ഈ വാല്യൂയും പകുതിയോ. സോ ദ ആൻസർ വെരി സിമ്പിൾ, ഇതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഡെൽറ്റ FH ബിക്കം എത്രയായിരിക്കും മക്കളെ? ഇതിൻ്റെ പകുതി എന്ന് വരുമ്പോൾ -46.2 കിലോ ജൂൾ പെർ മോൾ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ എന്താൽപ്പിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ഒരു NH3 കിട്ടും. അപ്പോൾ ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ടോട്ടൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ½ N2 + 3/2 H2 gives NH3. വാല്യൂ -46.2. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. എങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാം? ഇതേപോലെ മറ്റൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ്റെ ടോട്ടൽ ഫോമേഷൻ എന്താൽപ്പിൻ്റെ വാല്യൂ ചോദിച്ചത്, സോറി റിയാക്ഷൻ എന്താൽപ്പിൻ്റെ വാല്യൂ ചോദിച്ചത്. ഈ ടോട്ടൽ റിയാക്ഷൻ്റെ റിയാക്ഷൻ എന്താൽപ്പിൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. റിയാക്ഷൻ എന്താൽപ്പിൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. അതെങ്ങനെയാണ് കാണുക? വെരി സിമ്പിൾ. ആ റിയാക്ഷൻ എന്താൽപ്പിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾക്ക് മക്കളെ ഓരോരുത്തരുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഏതിൻ്റെ ഓരോരുത്തരുടെ വാല്യൂ നോക്ക്. N2O4ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, കണ്ട തന്നിട്ടുണ്ട്. CO-യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, കണ്ട. N2O-യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. യെസ്, CO2ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തരുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തരുടെ വാല്യൂ നോക്കടാ. CO-ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. CO-ൻ്റെ വാല്യൂ ഇതാ -110. ഞാൻ ഓരോ കളർ കൊണ്ട് കാണിക്കാം. ഇതാ CO2ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, -393 തന്നിട്ടുണ്ട്. ദെൻ N2O-ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, ഇതാ 81. ഓക്കെ. ദെൻ N2O4ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, ഇതാ 9.7. ഓരോരുത്തരുടെ വാല്യൂ തന്നിട്ടുണ്ട്. എന്നിട്ട് ടോട്ടൽ റിയാക്ഷൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. ആ തന്ന ഓരോരുത്തരുടെ വാല്യൂ ഫോമേഷൻ്റെ വാല്യൂ ആണ്. CO-യുടെ ഫോമേഷൻ്റെ വാല്യൂ, CO2ൻ്റെ ഫോമേഷൻ്റെ വാല്യൂ, N2O-ൻ്റെ ഫോമേഷൻ്റെ വാല്യൂ, N2O4ൻ്റെ ഫോമേഷൻ്റെ വാല്യൂ, ഓരോരുത്തരുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതുകയാണേ. ഈ ഇക്വേഷൻ ഇങ്ങനെ എടുത്തെഴുതുകയാണ്. N2O4 + 3CO gives N2O + 3CO2. ഫോമേഷൻ എന്താൽപ്പിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു ഒറ്റ പോയിന്റേ ഉള്ളൂ. ഡെൽറ്റ RH കാണാൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകളുടെ ഫോമേഷൻ എന്താൽപ്പി മൈനസ് അഥവാ ഡെൽറ്റ FH ഓഫ് പ്രൊഡക്ട്സ്, ടോട്ടൽ പ്രൊഡക്റ്റുകളുടെ ഫോമേഷൻ എന്താൽപ്പി മൈനസ് ഫോമേഷൻ എന്താൽപ്പി ഓഫ് റിയാക്റ്റൻസ്. അരെ വാ, ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് ടോട്ടൽ ഒരു റിയാക്ഷൻ്റെ വാല്യൂ ചോദിച്ചാൽ എന്നിട്ട് ഓരോരുത്തരുടെ വാല്യൂ തന്നാൽ പ്രൊഡക്റ്റുകളുടെ എല്ലാ വാല്യൂയും കൂട്ടുക, മൈനസ് റിയാക്റ്റിൻ്റെ വാല്യൂ ചെയ്താൽ ആൻസർ ആയി. വിച്ച് മീൻസ് എന്താണ് അവിടെ പറഞ്ഞത്? N2O-ൻ്റെ വാല്യൂ ആണ് ഒരു പ്രൊഡക്റ്റ്, CO2ൻ്റെ വാല്യൂ ആണ് ഒരു പ്രൊഡക്റ്റ്. N2O-ൻ്റെ വാല്യൂ എത്രയാണ്? N2O-യുടെ വാല്യൂ എത്രയാണ്? N2O-യുടെ വാല്യൂ 81 പ്ലസ് CO2ൻ്റെ വാല്യൂ എത്രയാണ്? CO2ൻ്റെ വാല്യൂ -393. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു CO2 അല്ല, 3 CO2. അപ്പോൾ 3 × -393. ഇത് ചെയ്താൽ ഈ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കിട്ടും. അതേ മൈനസ് ഇനി റിയാക്റ്റിൻ്റെ വാല്യൂ, N2O4ൻ്റെ വാല്യൂ എത്രയാണ്? 9.7 പ്ലസ് 3 CO-ൻ്റെ വാല്യൂ, 3 × ഒരു CO-ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്, ഒരു CO-ൻ്റെ വാല്യൂ -110. ഇത് ചെയ്താൽ റിയാക്റ്റിൻ്റെ വാല്യൂയും കിട്ടും. ഈ വാല്യൂവിൽ നിന്ന് ഇത് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ, ഇത് റിയാക്റ്റൻറ്റിൻ്റെ വാല്യൂ. അപ്പോൾ ഡെൽറ്റ RH കിട്ടാൻ നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിൽ നിന്ന് റിയാക്റ്റിൻ്റെ വാല്യൂ മൈനസ് ചെയ്യൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരി സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഐ തിങ്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ -777.7 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടണം. അത് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പിച്ചാൽ മതി. ഇത്രയുള്ള പരിപാടി. ഇത് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ നിങ്ങളെ ഒന്ന് ഉണർത്തി തരാം. ഒറ്റ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇവിടെ തന്ന N2O4 3C ഇതിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ എഴുതിയല്ലോ. എടാ നിങ്ങളോട് H2 ഗ്യാസിൻ്റെ വാല്യൂ, O2 ഗ്യാസിൻ്റെ വാല്യൂ, Cl2 ഗ്യാസിൻ്റെ വാല്യൂ, കാർബൺ ഗ്രാഫൈറ്റിൻ്റെ സോളിഡിൻ്റെ വാല്യൂ,
ഇങ്ങനെ കുറേ ആളുകൾ കാൽഷ്യം സോളിഡിൻ്റെ വാല്യൂ, ഇവരുടെ ഫോമേഷൻ എന്താൽപ്പിയുടെ വാല്യൂ ഡെൽറ്റ എഫ് എച്ച് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് എലമെന്റ്സ്, ഇവരുടെ ഫോമേഷൻ എന്താൽപ്പിയുടെ വാല്യൂ എല്ലാവരുടെ വാല്യൂ 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കുന്ന എലമെന്റുകളുടെ വാല്യൂ 0 ആയിരിക്കും. സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കുന്ന എലമെന്റുകളുടെ ഫോമേഷൻ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ ഒന്നും എലമെന്റുകളല്ല, ഇവിടെ ഒന്നും സ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള എലമെന്റുകളല്ല, ഒക്കെ കോമ്പൗണ്ടുകളാണ്. അപ്പോൾ ഓരോന്നിനും വാല്യൂ ഉണ്ട്. ഇവിടെ എങ്ങാനും ഒരു +O2 ഗ്യാസ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിരുന്നേനെ. സോ സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കുന്ന എലമെന്റുകളുടെ ഫോമേഷന്റെ വാല്യൂ 0 ആയിരിക്കും എന്നുള്ള പോയിന്റും കൂടെ എൻ്റെ മക്കളൊന്ന് നോട്ട് ചെയ്തു. അപ്പോൾ ഫോമേഷൻ എന്താൽപ്പി അടിപൊളിയായിട്ട് പറഞ്ഞു. അതിൽ നിന്ന് വരുന്ന ഒരു 2 ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മളിവിടെ ചെയ്തു. പക്ക ക്ലിയർ.